ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇതുവരെ 70,000-ൽ അധികം തീർത്ഥാടകർ ദർശനം നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, വിവരങ്ങൾ. ലക്ഷ്മി, ഇന്ന് വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ 6 മണി വരെയുള്ള കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ 70,000-ത്തോളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി 4-5 മണിക്കൂർ കൂടി നട തുറന്നിരിക്കും. 11 മണി വരെ തീർത്ഥാടകർക്ക് ദർശനമുണ്ട്. സ്വാഭാവികമായിട്ടും 80,000-ന് മുകളിലേക്ക് തീർത്ഥാടകരുടെ സംഖ്യ പോകും ഇന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 12 വിളക്കിന് ശേഷം സാധാരണഗതിയിൽ ഇത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാറുള്ളതാണ്. അത് ഈ വർഷവും അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ തിരക്ക്. സന്നിധാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒപ്പം രാവിലെ മുതൽ തന്നെ ഈ തിരക്ക് തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രായഭേദ വ്യത്യാസമന്യേ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ സന്നിധാനത്ത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മറ്റ് തീർത്ഥാടകരോടൊപ്പം തന്നെ അവർക്ക് ഫ്ലൈ ഓവർ നിൽക്കാതെ നേരെ സന്നിധാനത്തിന് സമീപത്ത് എത്താൻ സാധിക്കുന്ന രീതിയിൽ പ്രത്യേക വരി ക്രമീകരിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഇക്കുറി. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ മുതിർന്നവർക്കും ഏറെ ആശ്വാസകരമായിട്ടുണ്ടായി, അല്ലെങ്കിൽ വേറെ പ്രയോജനകരമാണ് ആ ഒരു വരി ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വിലയിരുത്തലുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് തന്നെ ആ പ്രതികരണവും ലഭിക്കുന്നുണ്ട്. ഒപ്പം സന്നിധാനത്ത് ഇപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ പുഷ്പാഭിഷേകത്തിനുള്ള സമയമാണ്. തീർത്ഥാടകർ ഈ വഴിപാട് അർപ്പിക്കുന്ന ആളുകൾ ഈ പുഷ്പങ്ങളുമായിട്ട് ഇവിടേക്ക് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുഷ്പാഭിഷേക ചടങ്ങ് സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. കളഭാഭിഷേകം, കലശാഭിഷേകം, അതോടൊപ്പം തന്നെ നെയ്യഭിഷേകം, അതുകൂടാതെ ഉള്ള മറ്റൊരു അയ്യപ്പന് നേദിക്കുന്ന അഭിഷേകമാണ് പുഷ്പാഭിഷേകം എന്ന് പറയുന്നത്. പുഷ്പങ്ങൾ കൊണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം മൂടുന്ന ചടങ്ങാണ് പുഷ്പാഭിഷേകം. സാധാരണഗതിയിൽ ദീപാരാധനയ്ക്ക് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുഷ്പാഭിഷേക ചടങ്ങുകൾ നടക്കാറുള്ളത്. ഇപ്പോൾ നിലവിൽ പുഷ്പാഭിഷേകത്തിൻ്റെ സമയമാണ്. ഇതിനുശേഷം 9:30 മണിയോടുകൂടി അത്താഴ പൂജയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ് അവശേഷിക്കുന്നത്. അതിനുശേഷം ഹരിവരാസനം പാടി 11 മണിയോടുകൂടി നട അടയ്ക്കുന്നതോടുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ ശബരിമലയിൽ പൂർത്തിയാകും. അതോടൊപ്പം തന്നെ നിലവിൽ വരുന്ന ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതായിട്ട് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വിലയിരുത്തലുകളും ഒക്കെ തന്നെ ഈ യോഗത്തിൽ നടക്കുമെന്നാണ് ദേവസ്വം അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മാളികപ്പുറത്തെ പ്രധാന വിഷയങ്ങൾ ഇന്ന് ഹൈക്കോടതിയുടെ അടക്കമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തേങ്ങയുരുട്ടൽ പോലെയുള്ള ചില ചടങ്ങുകൾ അത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.